വിവാദമായ ചൊക്രമുടി കയ്യേറ്റ വിഷയത്തിൽ മുൻ റവന്യൂ വകുപ്പ് മന്ത്രിക്കും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാറും അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇടുക്കി DCC അംഗം ബിനു സ്കറിയ വ്യാജ പട്ടയമുണ്ടാക്കി ഭൂമി കയ്യേറുന്നതിന് സഹായിച്ചത് CPI ജില്ലാ സെക്രട്ടറിയും മുൻ റവന്യൂ മന്ത്രിയും CPI നേതാക്കളുമാണെന്നും അതിന് തെളിവുണ്ടെന്നും ബിനു സ്കറിയ സിറ്റി വിഷനോട് പറഞ്ഞു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് കൈമാറും. കയ്യേറ്റ ഭൂമിയിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുറിച്ചു കടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും ബിനു സ്കറിയ പറഞ്ഞു. അടിമാലിക്കാരനായ കൈപ്പംപ്ലാക്കൽ സിബി ജോസഫ് എന്നയാൾ പൊതുസമൂഹത്തോടെന്ന് പറഞ്ഞത്, മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്, ഈ കയ്യേറ്റ വ്യാജരേഖകൾ നിർമ്മിക്കാൻ അയാളെ സഹായിച്ചത് റവന്യൂ മന്ത്രിയുടെ ഓഫീസാണെന്നാണ്. അതിനെല്ലാം രേഖകളുണ്ട്. അതുപോലെ CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ് സഹായിച്ചതെന്നാണ്. അങ്ങനെ CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് ഈ വ്യാജരേഖകൾ ചമയ്ക്കാൻ അയാളെ സഹായിച്ചതെന്നും അങ്ങനെ സഹായിച്ചതിന് ഈ ഭൂമി വിറ്റ് കിട്ടുന്ന പണത്തിൽ 1/3 അവർക്കുള്ള വിഹിതമാണെന്നും അന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിനെപ്പറ്റി അന്വേഷണമൊന്നും നടന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അടക്കം അന്ന് ആരോപണം നേരിട്ട ആളുകളുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള ബന്ധത്തെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വിജിലൻസ് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ മരങ്ങൾ അവിടുന്ന് മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. അത് മുറിച്ചു മാറ്റിയത് കയ്യേറ്റക്കാരുമായി ബന്ധപ്പെട്ടാണ്. ആ മരം മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. സ്വാഭാവികമായും ഭൂമി പട്ടയം റദ്ദ് ചെയ്ത് റവന്യൂ വകുപ്പിൻ്റെ കൈവശമായപ്പോൾ റവന്യൂ ഭൂമിയിൽ നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ അവർക്കെതിരെ യാതൊരുവിധ കേസും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, ഭരണം മാറിയതിന് പിന്നാലെ ചൊക്രമുടിയിൽ പിടിമുറുക്കുകയാണോ കോൺഗ്രസ്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എല്ലാം ചൊക്രമുടി വിവാദമായി നിൽക്കുന്ന സമയത്ത് ചൊക്രമുടിയിൽ സന്ദർശനം അടക്കം നടത്തിയിട്ടുള്ളതാണ്. CPIക്ക് ഒരു കീറാമുട്ടിയായി മാറുമോ ഈ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം? എന്താണ് വിവരങ്ങൾ? അശ്വതി, അത്തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, മുമ്പ് CPIയുടെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ബിനു സ്കറിയ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പാർട്ടിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ CPIയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. ഈ കയ്യേറ്റം നടത്തിയിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും ആദ്യം തന്നെ ആരോപണം ഉയർന്നിരുന്നത് കോൺഗ്രസ് നേതാക്കന്മാരടക്കം ഉന്നയിച്ചിരുന്ന ആരോപണം റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനും ഒപ്പം തന്നെ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും മറ്റ് ചില നേതാക്കന്മാർക്കും ഈ കയ്യേറ്റത്തിൽ വലിയ പങ്കുണ്ട്, അത് അന്വേഷിക്കണമെന്ന തരത്തിൽ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് റവന്യൂ വകുപ്പ് നടപടികളിലേക്ക് കടക്കുകയും പട്ടയങ്ങൾ റദ്ദു ചെയ്യുകയും ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ആ കേസ് അവിടെ അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോപണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിലുപരിയായിട്ട് അവിടെ മറച്ചു വയ്ക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി വ്യാജരേഖകൾ ഉണ്ടാക്കി പട്ടയം ഉണ്ടാക്കുകയും ഒപ്പം തന്നെ കയ്യേറി അത് കൈവശപ്പെടുത്തിയതിനു ശേഷം മറച്ചുവിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് ബിനു സ്കറിയ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയെ നേരിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് തൻ്റെ ഈ പരാതി കൈമാറുകയും വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഈ സിബി എന്ന് പറയപ്പെടുന്ന അടിമാലി സ്വദേശിയായിട്ടുള്ള സിബി എന്ന് പറയപ്പെടുന്നയാൾ, അയാളുടെ മുമ്പൊരു ഓഡിയോ പുറത്തു വന്നിരുന്നു. ആ ഓഡിയോയിൽ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അടക്കം തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ പുറത്തു വന്നിരുന്നു ആ ഓഡിയോ. അത് വലിയ വിവാദമായി ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ നടപടികളിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭൂമി കയ്യേറി അത് മറിച്ചു വിറ്റ് കോടികൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനും ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും ചില നേതാക്കന്മാർക്കും വലിയ രീതിയിലുള്ള പങ്കുണ്ട്, സഹായിക്കാം എന്ന വാഗ്ദാനം നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇതുവരെയും കേസെടുക്കാൻ പോലും തയ്യാറാകാത്തത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.
ബിനൂസ് കറിയ പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ നിന്നും ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ മരങ്ങൾ, വൻ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ട്. അതായത് സർക്കാർ ഭൂമിയിലെ മുതൽ പൊതുമുതലാണ്. ആ പൊതുമുതൽ അപഹരിക്കപ്പെട്ടാൽ അത് മോഷ്ടിക്കപ്പെട്ടതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. എന്നാൽ റവന്യൂ വകുപ്പ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടില്ല. ഈ കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ഉണ്ടായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ അത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥ ഗൂഢാലോചന ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മുമ്പ് നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവരടക്കം ഇതിന് കൂട്ടുനിന്നിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരെ അടക്കം വകുപ്പ് തല നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം നടത്തണം, ഇതിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണം, കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് വിശദമായി പറയണം. മറ്റു നിരവധിയായ ആരോപണങ്ങൾ ബിനൂസ് കറിയ ഉന്നയിക്കുന്നുണ്ട്. ഈ കേസ് കോടതിയിലെത്തുമ്പോൾ 40ഓളം വരുന്ന പട്ടയം, ഈ സ്ഥലം വാങ്ങിയിട്ടുള്ള 40ഓളം പട്ടയക്കാരാണ്, വാങ്ങിയ ആളുകളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവിടെ കൃത്യമായ രേഖകൾ, ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്ന് തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയും ചെയ്തതിന് ശേഷവും ഇത് മറച്ചുവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതിയിൽ വേണ്ട രേഖകൾ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ചുമതല ഏറ്റതിനു ശേഷം ഈ കാര്യങ്ങൾ, ഈ ചൊക്രമുടിയിൽ വിഷയങ്ങൾ മുഴുവനും അവർക്ക് അറിയാവുന്നത് കൂടിയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അടക്കം നേരിട്ട് ചൊക്രമുടി സന്ദർശിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. CPIക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരിട്ട് തന്നെ വരുന്നത്. പരിസ്ഥിതി പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ, മരംകൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ തന്നെ പരാതികൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ചൊക്രമുടി വീണ്ടും ഒരു വിവാദ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഒരു വിവാദ വിഷയമായി മാറുകയാണ്. അത് ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് CPIയെയും കഴിഞ്ഞ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജൻ, ഒപ്പം തന്നെ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും ചില നേതാക്കന്മാരെയുമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.